നമ്മുടെ കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ മാളിക മുറി പ്രഭാഷണമാണ് ചില നാളുകളായി നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനും പഠിക്കുവാനുമായിട്ട് ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം ചെയ്ത എല്ലാ കൃപകൾക്കുമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നാം ധ്യാനിച്ചതുപോലെ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. അപ്പോൾ ആ നിലയിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചതായിരിക്കുന്ന ആ പ്രവൃത്തികളുടെ നിവർത്തീകരണത്തിന് വേണ്ടി എന്തെല്ലാം വാഗ്ദത്തങ്ങളാണ് ദൈവം നൽകിയത്, ഏതെല്ലാം തരത്തിലുള്ളതായിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്, വ്യവസ്ഥകളാണ് ദൈവം തന്നത് എന്നാണ് നമുക്ക് ധ്യാനിക്കുവാൻ തക്കവണ്ണം അതിൻ്റെ ഒരു തുടക്കം കുറിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചത്. ഒന്നാമതായിട്ട് നാം ചിന്തിച്ച ഒരു കാര്യമെന്നുള്ളത് അതിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങളെ ആധാരമാക്കിയാണ്. അവിടെ നിന്ന് നാം കണ്ടത് നാം പ്രാർത്ഥിക്കുന്നവരായിട്ട് തീരണം എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നവരായി മാറണം. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കർത്താവ് തൻ്റെ നാമം നമുക്ക് നൽകി. എന്തിനാണ് കർത്താവ് ആ നാമം നമുക്ക് നൽകിയത് എന്ന് ചോദിച്ചാൽ, പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്നത് ആ ഒരു നാമം മുഖാന്തരം മാത്രമാണ്. അപ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു ചെന്ന് ആ പുത്രന്റെ നാമത്തിൽ പിതാവിനോട് നാം പ്രാർത്ഥിക്കുന്നവരായി മാറണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരായി മാറുമ്പോൾ മാത്രമാണ് ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി അവൻ നമ്മെ ഭരമേൽപ്പിച്ചതായ ആ പ്രവർത്തികൾ നിവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. ആ നിലയിൽ വീണ്ടും 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തെ അധികരിച്ചുകൊണ്ട്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ രണ്ടാമത് ആ ഒന്നാമത്തെ പോയിന്റിൽ, അതായത് പ്രാർത്ഥിക്കുന്നവരാകണം എന്നുള്ളതിൽ രണ്ടാമത്തെ കാര്യമായിട്ട് നമ്മൾ ചിന്തിച്ചത് എന്താണ്? ഒരുവൻ കർത്താവിൽ വസിക്കുമ്പോൾ അവൻ അതിൽ തന്നെ പൂർണ്ണമായ തൃപ്തിയുള്ളവനായിരിക്കും. അതിൽ തന്നെ അവൻ തൃപ്തനാണ്. കാരണം അവൻ വസിക്കുന്നത് മുന്തിരിവള്ളിയാകുന്ന കർത്താവിലാണ്. മുന്തിരിവള്ളിയാകുന്ന കർത്താവിൽ കൊമ്പുകളാകുന്ന ഒരു വിശ്വാസി വസിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാഖ്യാനം എന്ന നിലയിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും. അങ്ങനെ വസിച്ചുകൊണ്ട് ആ തൃപ്തിയുള്ള ജീവിതത്തിന് ഉടമസ്ഥരായി മാറുമ്പോൾ തന്നെ നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ, ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ തൃപ്തിയുള്ളതായ ഒരു ജീവിതത്തിന് അനുഭവസ്ഥരായിക്കൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ അതും നമ്മുടെ കർത്താവ് നമുക്ക് നൽകിത്തരും. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, അവൻ നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് അത് മതിയാകുന്നതാണ്. അതുകൊണ്ട് കർത്താവിൽ വസിക്കുവാനും അവന്റെ വചനം നമ്മിൽ വസിക്കുവാനും ഇടയായിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് വളരെ അത്യാവശ്യമാണ് എന്നും നാം കാണുകയുണ്ടായി. അതിൻ്റെ ഒരു മൂന്നാമത്തെ പോയിന്റ് എന്ന നിലയിൽ 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 15-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. ആക്കി വെച്ചുമിരിക്കുന്നു.
മതി. അവിടെ നമ്മൾ വായിക്കുന്നത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്? നിങ്ങൾ പോയി ഫലം കായ്ക്കണം, ആ ഫലം നിലനിൽക്കണം. എന്നിട്ട് അടുത്ത വാക്ക്, അവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല ആ വാക്യത്തിന്റെ അടുത്ത വാക്ക് പറയുന്നത് എന്താണ്? നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അപ്പോൾ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് ഫലം നിലനിൽക്കുക എന്നത് മാത്രമല്ല, നിങ്ങൾ പിതാവിനോട് എൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് തരുവാനായിട്ടും കൂടെയാണ്. അവിടെ ചില കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കുവാൻ ആവശ്യമുണ്ട്. അവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, നാം കർത്താവിനെ തെരഞ്ഞെടുത്തതല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം ഞാൻ ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം. കർത്താവ് നമ്മയല്ല അനുസരിക്കേണ്ടത്, നാം കർത്താവിനെയാണ് അനുസരിക്കേണ്ടത്. നാം ഒരാളെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ആ ആൾ നമ്മുടെ ഇഷ്ടത്തിനാണ് എന്ത് ചെയ്യേണ്ടത്? കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ അങ്ങനെയല്ല. കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ അല്ല തെരഞ്ഞെടുത്തത്, ഞാൻ നിങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ആരാണോ നമ്മെ തെരഞ്ഞെടുത്തത് ആ തെരഞ്ഞെടുത്തവൻ പറയുന്നത് എന്താണോ അതനുസരിക്കുവാനുള്ള എല്ലാ ബാധ്യതയും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നത് നാം മറന്നു പോകരുത്. തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. ഈ വാക്യത്തിൽ നിൽക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എന്നിട്ട് അവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ പോകണം, ഫലം കായ്ക്കണം, നിങ്ങളുടെ ഫലം നിലനിൽക്കണം, അതിനുവേണ്ടി നിങ്ങളെ ഞാൻ ആക്കി വെച്ചിരിക്കുന്നു. അവിടെ ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലളിതമായിരിക്കുന്ന ഒരു ഭാഷ ഞാൻ ഇങ്ങനെ പറയാം, ഫലവത്താകുക എന്നുള്ളതാണ്. കായ്ക്കണം, ആ കായ്ക്കുന്നത് എന്താകണം? ഫലവത്താകണം എന്ന് പറഞ്ഞാൽ അത് പ്രയോജനകരമാകുന്ന നിലയിൽ ആയിത്തീരണം. നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ ഫലവത്താകണം, ഫലമുള്ളവരായിട്ട് തീരണം, നിങ്ങൾ പ്രയോജനകരമായിട്ട് തീരണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാനിങ്ങനെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞാൽ വേഗത്തിൽ മനസ്സിലാകും. ഇപ്പോൾ നമ്മൾ ഒരു മാവിൻ തൈ നട്ടു, അല്ലെങ്കിൽ ഒരു തെങ്ങിൻ തൈ നമ്മൾ നട്ടാൽ അത് കിളർത്തു വന്ന് അത് ഓരോ പ്രാവശ്യം വളരുംതോറും നമുക്ക് ഒരു സംതൃപ്തിയാണ്. എന്നാൽ അത് പൂർണ്ണമായിരിക്കുന്ന തൃപ്തിയാണോ? ഒരിക്കലുമല്ല. കാരണം എന്താണ്? ആ തൈകൾ നട്ടതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോ പിന്നത്തേതിൽ നാം കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അത് ഒന്ന് തെങ്ങിൻ തൈ ആണെങ്കിൽ ഒന്ന് ചൊട്ടയിടുന്നത് കാണാൻ, മാവിൻ തൈ ആണെങ്കിൽ ഒന്ന് പൂക്കുന്നത് കാണാൻ നമ്മൾ വളരെ കൊതിക്കുകയാണ്. ഇനി അത് എല്ലാം നല്ലപോലെ പൂത്തു, തെങ്ങിൻ കുലയും പൂത്തു, എല്ലാം ചെയ്തു, നിറയെ മച്ചിങ്ങയും നിറയെ കണ്ണിമാങ്ങയും ഒക്കെ ഉണ്ടായി എന്ന് കരുതുക. അതിലും നമ്മൾ തൃപ്തരാണോ? നമ്മൾ മാവ് പൂത്തു, തെങ്ങ് കാച്ചു എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമുക്ക് അതിലും നമ്മൾ ആരും തൃപ്തരല്ല. അത് കുറെ നിറയെ പൂത്തു, അതെല്ലാം കണ്ണിമാങ്ങ മുഴുവനും കൊഴിഞ്ഞു പോയാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മച്ചിങ്ങ മുഴുവനും കൊഴിഞ്ഞു പോയാൽ ഒരു പ്രയോജനവുമില്ല. അപ്പൊ ഞാൻ മാവിൻ തൈ നട്ടു അല്ലെങ്കിൽ തെങ്ങിൻ തൈ നട്ടു, അത് പൂത്തു കായ്ച്ചു എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് യാതൊരു കഥയും അതിനകത്തില്ല. എന്നാൽ നമ്മുടെ തൃപ്തി എന്ന് പറയുന്നത് എവിടെയാണ്? ആ മാങ്ങ നമ്മുടെ ആവശ്യത്തിന് പറിച്ചെടുക്കുന്ന തലം വരെ വരണം. ആ തേങ്ങ നമുക്ക് ഉപയോഗിക്കത്തക്കവണ്ണമുള്ള നിലയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നാം അതിൽ സന്തോഷമുള്ളവരും തൃപ്തിയുള്ളവരുമായിരിക്കുന്നത്. മനസ്സിലായോ? അതാണ് ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പോകണം, നിങ്ങൾ ഫലം കായ്ക്കണം, ആ ഫലം നിങ്ങളിൽ നിലനിൽക്കണം. വല്ലപ്പോഴും ഒന്ന് പൂത്തു,
2 മച്ചിങ്ങ കണ്ടു, ഒരു കണ്ണിമാങ്ങ കണ്ടു. അതിലല്ല നമ്മുടെ തൃപ്തി ആയിരിക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ്? എന്നെ കൊണ്ട് എന്നെ തിരഞ്ഞെടുത്തവന്, എന്റെ യജമാനന് എന്തുണ്ടാകണം? തൃപ്തി ഉണ്ടാകണം. യജമാനന് ഫലവത്താകണം. നാം എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, പ്രത്യേകിച്ച് സഭാ ശുശ്രൂഷകന്മാരെ ഒക്കെ ആക്കി വെക്കുമ്പോൾ അവരോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യം എന്താണ്? അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുക എന്ന ദൗത്യമാണ്. അതാണ് ദൈവത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ഓരോ സ്ഥാനങ്ങളിലും ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയോജനം, 4 പൂവ് കണ്ടു, മാവ് കാച്ചല്ലോ എന്നുള്ള തൃപ്തിയിൽ നമ്മൾ തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നമ്മെ തന്റെ പുത്രൻ മുഖാന്തരം തിരഞ്ഞെടുത്ത് അവന്റെ ശുശ്രൂഷകൾ നിവർത്തിക്കുവാൻ, അവൻ ഏൽപ്പിച്ച കടമകൾ നിവർത്തിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പാട്ടുപാടി, ഒരു ചെറിയ പ്രസംഗം പറഞ്ഞു, എപ്പോഴെങ്കിലും ഒരു കൂട്ടായ്മ കൊടുത്തു, എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന് പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു, അതിലങ്ങ് തൃപ്തിപ്പെടുന്നവരായിട്ടല്ല നാം മാറേണ്ടത്. എല്ലാവരും പ്രസംഗിക്കും, എല്ലാവരും പാട്ടുപാടും, എല്ലാവർക്കും പല കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നല്ല. നമുക്കറിയാം, ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന കായ്ക്കുവാൻ തക്കതായ, ആ ഫലം നിലനിൽക്കുവാൻ തക്കതായ കാര്യങ്ങളെ ദൈവം തമ്പുരാൻ തന്നിരിക്കെ എന്ത് ചെയ്യണം? അത് പ്രാവർത്തികമാക്കണം, അത് ഫലവത്തായി മാറണം. എന്നെ കൊണ്ട് എൻ്റെ വീട്ടില്, എൻ്റെ സഭയ്ക്ക്, ദൈവത്തിന്റെ ജനത്തിന് എന്തുണ്ടാകണം? ഫലമുണ്ടാകണം, ഫലവത്തായി മാറണം. അല്ലാതെ കാച്ചു പൂത്തു കായുണ്ടായി കൊഴിഞ്ഞു പോയിട്ട് ഒരു പ്രയോജനവും ആ കാര്യത്തിൽ ഇല്ല. ഇനി നമ്മുടെ കർത്താവിന്റെ ഈ വാക്യത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയുന്നത്, മറ്റൊരു ആശയം പറയുന്നത് ആത്മാക്കളെ നേടുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ പോയി ഫലം കായ്ക്കണം, ആ ഫലം നിലനിൽക്കണം. ആത്മാക്കളെ നേടുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ വാക്യം ശരിയായ അർത്ഥത്തിൽ കിടക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ എങ്ങനെ പറയാം? നമ്മൾ കേവലം നമുക്കൊരു പ്രവർത്തനമുണ്ട്. അതായത് ഇപ്പോ അനേക രാജ്യങ്ങളിലോ നമ്മുടെ തന്നെ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലോ സ്വാതന്ത്ര്യത്തോടു കൂടെ സുവിശേഷ വേല ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ നമുക്ക് എന്തിനു സാധിക്കുന്നു? പ്രവർത്തനം ചെയ്യാൻ സാധിക്കുന്നു. നമ്മൾ അതിലങ്ങ് തൃപ്തിപ്പെടുകയാണ്. അങ്ങനെ പോയി 4 കവലയ്ക്ക് എന്ന് പറയാൻ പറ്റി. പിന്നെ 4 വീടുകളിൽ, അനേക വീടുകളിൽ കയറ്റാതിരിക്കുമ്പോൾ ഒരു 4 വീട്ടിലെ നമ്മെ ഒന്ന് കയറ്റിയിരുത്തി, ഒരുപാട് പേര് കേൾക്കാൻ മനസ്സില്ലാതെ വരുമ്പോ 2 or 3 പേര് കേൾക്കുന്നു. ഒരാളും ഏറ്റു പറയാനില്ലാതിരിക്കുമ്പോ ഒരാളെങ്ങാനും വല്ലപ്പോഴും ഒന്ന് ഏറ്റു പറഞ്ഞു. നമ്മൾ അതിനകത്തങ്ങ് തൃപ്തരാണ്. ശരിയാണ്, അതൊക്കെ തൃപ്തിപ്പെടാൻ പറ്റിയ കാര്യം തന്നെയാണ്. പക്ഷേ അത് ഫലവത്താകുന്നത് എപ്പോഴാണ്? അത് ഫലവത്താകുന്നത് ആ വ്യക്തികൾ കർത്താവിന് വേണ്ടി നിലനിൽക്കണം. ദൈവത്തിന് അവർ പ്രയോജനപ്പെടുന്ന തലത്തിലേക്ക് അവർ വരുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ തൃപ്തി വരുവാൻ കഴിയുള്ളൂ. അങ്ങനെ വേണം കഴിയുവാൻ. ഒരു പ്രവർത്തനം നടത്തി നമ്മളൊക്കെ പലപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ് അനുഗ്രഹമായിരുന്നു. അനുഗ്രഹമായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ എന്തിനെ ബേസ് ചെയ്തിട്ട് അനുഗ്രഹമായിരുന്നു എന്ന് പറയുന്നേ? കുറച്ച് ട്രാക്ട് കൊടുക്കാൻ പറ്റി, 1-2 പേരോട് സുവിശേഷം പറയാൻ പറ്റി, ചില വീടുകളിൽ ഒന്ന് കയറ്റി ഇരുത്തി. നാം അതിലാണ് ആ വേല. ഇനി ഇതിനൊന്നും സാധിച്ചില്ലെങ്കിലും ആ നാട്ടിലൂടെ ഒന്ന് നടന്നു പോകാനെങ്കിലും പറ്റിയല്ലോ, അതിലും നമ്മൾ എന്ത് ചെയ്യാണ്? അതിലും നമ്മൾ തൃപ്തിപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിനല്ല കർത്താവ് നമ്മെ ആക്കി വെച്ചിട്ടുള്ളത്. ഫലം കായ്ക്കുന്ന ചിലരെ കർത്താവിന് വേണ്ടി നേടിയിട്ട് അവരെ കർത്താവിന് വേണ്ടി നിലനിർത്തുവാൻ കഴിയുന്നിടത്ത് നമുക്ക് എന്തുണ്ടാകാൻ പാടുള്ളൂ? തൃപ്തി ഉണ്ടാകുവാൻ, സന്തോഷമുണ്ടാകുവാനായിട്ട് പാടുള്ളൂ. അതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. നാം യെശയ്യാ പ്രവചനം 53 നമ്മൾ കർത്താവിന്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വായിക്കുന്ന വാക്കെന്താണ്? അവൻ തൻ്റെ പ്രയത്ന ഫലം കണ്ടു തൃപ്തനാകും. തന്റെ പ്രയത്നത്തിൽ താൻ തൃപ്തനായി എന്നല്ല. കർത്താവ് ലോകത്തിലേക്ക് വന്നു, അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, അതിലൊന്നും താൻ തൃപ്തനായിരുന്നില്ല. താൻ മരിച്ചു, അതിലും താൻ തൃപ്തനായിരുന്നില്ല.
പക്ഷെ തന്റെ മരണത്താൽ സാധിച്ചതായ പാപമോചനത്തിലാണ് ആര് തൃപ്തനായത്? കർത്താവ് തൃപ്തനായത്. അവൻ തന്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനായി. പിതാവായിരിക്കുന്ന ദൈവവും തന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം നിവർത്തിച്ചതായ ആ വേലയിൽ കൂടെ മാനവരാശിയുടെ മുഴുവൻ പാപങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നുള്ള ആ ഫലത്തിലാണ് ആര് തൃപ്തനായത്? പിതാവായിരിക്കുന്ന ദൈവവും നമ്മുടെ കർത്താവും തൃപ്തനായിട്ട് മാറിയത്. അപ്പോൾ നാം നമ്മുടെ ആ ഇടുങ്ങിയ കാഴ്ചപ്പാടുകൾ ഒന്ന് മാറണം. അതായത് എന്തെങ്കിലും കർത്താവിന് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യം ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതിലല്ല നമ്മുടെ തൃപ്തിയാകേണ്ടത്. നമ്മുടെ തൃപ്തി ഏതിലായിരിക്കണം? തിരഞ്ഞെടുത്തവൻ ആഗ്രഹിച്ചതുപോലെ ആ ഫലങ്ങൾ നിലനിൽക്കുന്നതായ ആ അനുഭവത്തിലേക്ക് നമ്മൾ ആയിത്തീരുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോ ഞാൻ അതിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടെ ഒന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതായത് ഈ നല്ല പോലെ കായ്ക്കുന്ന അല്ലെങ്കിൽ നല്ല ഫലം തരുന്ന, നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിൽ മാങ്ങ തരുന്ന മാവും തേങ്ങ തരുന്ന തെങ്ങും അതിന് സംസാരിക്കാനൊന്നും അറിഞ്ഞുകൂടാ. എന്നാൽ അത് മൗനമായിട്ട് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഇനി അധികം ഫലം കായ്ക്കാനായിട്ട് എനിക്കെന്തെങ്കിലും വേണം. നിർബന്ധമായിട്ടും ആ തോട്ടക്കാരൻ എന്ത് ചെയ്യും? അവനത് കൊടുത്തിരിക്കും. അവനത് പറയണ്ട. നന്നായിട്ട് കായ്ക്കുന്ന ഒരു തെങ്ങോ ജാതിയോ എന്ത് വൃക്ഷവും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അടുത്ത കൊല്ലം വരുമ്പോൾ അതിന് നമ്മൾ കൂടുതൽ വളം കൊടുക്കും, കൂടുതൽ വെള്ളം കൊടുക്കും, കൂടുതൽ പരിപാലിക്കും. ഇവിടെ കർത്താവ് പറഞ്ഞ ആശയം എന്താണ്? ഞാൻ നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. എന്തിന്? നിങ്ങൾ പോകണം, ഫലം കായ്ക്കണം, ആ ഫലം നിലനിൽക്കണം. എന്നിട്ട് അടുത്ത വാക്കെന്താ പറയുന്നത്? എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അപ്പോൾ ആത്മാക്കളെ നേടുന്ന, ഫലവത്താകുന്ന ഒരു ശുശ്രൂഷ ഞാനും നിങ്ങളും നിവർത്തിച്ചിട്ട് പിതാവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്? ഉത്തരമുണ്ട്. അതാണ് ആ വാക്യത്തിന്റെ ഒരു ആശയം എന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പഠിപ്പിച്ച് അവർക്ക് പരീക്ഷാ സമയം വന്നു, അവരെ നമ്മൾ ആവോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്കപ്പോൾ നമ്മൾ ചില ഓഫറുകളൊക്കെ കൊടുക്കും, ഇല്ലേ? ചെറിയൊരു ഓഫറൊക്കെ കൊടുക്കും. അവരോട് പറയും, നന്നായിട്ട് ഇത്ര വിഷയത്തിന് ഇന്ന പോലെ A+ അല്ലെങ്കിൽ ഇന്ന പോയിന്റ് ഒക്കെ നേടിയാൽ, റാങ്ക് നേടിയാൽ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യും. ഇതെല്ലാം നേടി വിജയത്തോടുകൂടെ നമ്മുടെ വീട്ടിലേക്ക് ആ മോള് കയറി വരുന്ന സമയത്ത് അല്ലെങ്കിൽ മോൻ കയറി വരുന്ന സമയത്ത് നമുക്ക് ആ കുഞ്ഞിന് എന്തും കൊടുക്കാനുള്ള മനസ്സുണ്ട്, സന്തോഷമുണ്ട്. അത് തന്നെ ഇവിടെ കർത്താവും പറയുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി ഫലവത്തായാൽ, നിങ്ങൾ എനിക്ക് വേണ്ടി ഫലകരമായ ജീവിതം നയിച്ചാൽ, നിങ്ങൾ എനിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഫലമുള്ളവരാക്കി മാറിയാൽ നിങ്ങൾ മാറണം, മറ്റുള്ളവരെയും നിങ്ങൾ ആ നിലയിൽ മാറ്റിയെടുക്കണം. ഫലവത്താകുന്ന നിലയിലേക്ക് മറ്റുള്ളവരെ നിങ്ങൾ മാറ്റിയെടുക്കണം. അങ്ങനെ വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. ഞാൻ ഓർത്തതായ ഒരു കാര്യമുണ്ട്, നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണ്. ഒരു മുന്തിരിവള്ളിയിൽ ഒരു കൊമ്പെന്ന നിലയിൽ നമുക്ക് കർത്താവ് ഇടം നൽകി. ഒരു ആട്ടിൻകൂട്ടത്തിൽ, തന്റെ സഭയാകുന്ന ആട്ടിൻകൂട്ടത്തിൽ ഒരാളായിരിക്കുവാനുള്ള ആ യോഗ്യത കർത്താവ് നമുക്ക് നൽകി. തന്റെ ശരീരമാകുന്ന ആ ശരീരത്തിന്റെ ഒരു അവയവമായിരിക്കുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകി. ആ കെട്ടിടത്തിന്റെ ഒരു കല്ലാകുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. എന്തിനാ ഒരു ആട്ടിൻകൂട്ടത്തെ ആ ഇടയൻ വളർത്തുന്നത്? എന്തിനാണ്? ആ ആടിൽ നിന്നും നല്ല ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. എന്തിനാണ് ഒരു ഉടമസ്ഥൻ ഒരു കല്ലെടുത്ത് ആ കെട്ടിടത്തിൽ വെക്കുന്നത്? എന്തിനാണ്? അത് തനിക്ക് പാർക്കുവാനുള്ള ഒരു മന്ദിരമായി മാറാൻ വേണ്ടിയാണ്. എന്തിനാണ് മുന്തിരിവള്ളിയിൽ ഒരു കൊമ്പ് പോലെ നമ്മെ ദൈവം ഒട്ടിച്ചു ചേർത്തത്? ആ മുന്തിരിവള്ളിയിൽ നല്ല ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ്. അതുപോലെ ശരീരത്തിന് ഒരു അവയവമായിട്ട്
ദൈവം നമ്മെ മാറ്റിയെങ്കിൽ എന്തിനു വേണ്ടിയാണ്? ഓരോ അവയവങ്ങളും അവരവരുടേതായിരിക്കുന്ന ധർമ്മം നിറവേറ്റി അതിന് ഫലവത്തായി മാറുവാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദര സഹോദരിമാരെ, ഞാൻ വളരെ സ്നേഹത്തോടുകൂടെ ഓർപ്പിക്കട്ടെ, നമ്മൾ കർത്താവിന് വേണ്ടി ഫലവത്തായി മാറണം. എന്നിട്ട് പ്രാർത്ഥിക്കൂ. ഫലവത്തായി മാറിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. മനസ്സിലായോ? എന്നിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. നമ്മൾ പൂത്ത് ആ കണ്ണിവാങ്ങ് കൊഴിഞ്ഞു പോകുന്നത് പോലെ, മച്ചിങ്ങ കൊഴിഞ്ഞു പോകുന്നത് പോലെ കൊഴിഞ്ഞു പോകുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള വൃക്ഷത്തിന് നമ്മൾ ഒരു വളവും ചെയ്യുകയില്ല എന്നതുപോലെ തന്നെ ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി, ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി ഏതെങ്കിലുമൊക്കെ തരങ്ങളിൽ ഫലവത്താകുന്ന ഒരു ശുശ്രൂഷ നമ്മിൽ കൂടെ നിറവേറിയിട്ട് നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്തേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ലാതെ പോകുന്നു? നമ്മുടെ പ്രാർത്ഥനകൾ വെറും ജൽപ്പനമായിട്ട് എന്തേ മാറുന്നു? നമ്മുടെ പ്രാർത്ഥനകൾ എന്തുകൊണ്ട് മേൽക്കൂരയ്ക്ക് അപ്പുറത്തേക്ക് പോകാതിരിക്കുന്നു? അതിന്റെ കാരണം ഇതാണ്: നമ്മെ നോക്കുമ്പോൾ നമ്മിൽ യാതൊന്നും ഫലവത്താകുന്നില്ല. ഫലപ്രദമായ ഒരു ശുശ്രൂഷ ദൈവമക്കളുടെ ഇടയിൽ നാം ചെയ്യുന്നില്ല, കർത്താവിന് വേണ്ടി ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ ദൈവം ആ വ്യക്തിയുടെ പ്രാർത്ഥന കേൾക്കും? ഇല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പ്രാർത്ഥന കേൾക്കാനോ ഉത്തരം തരാതിരിക്കാനൊന്നും ദൈവം അങ്ങനെ കഠിന ഹൃദയമുള്ളവനൊന്നുമല്ല. ദൈവത്തിന് പ്രാപ്തിയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മെ ദൈവം തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിന് ദൈവത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് നാം എത്തുന്നില്ലെങ്കിൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. ഞാനിങ്ങനെ ഓർത്ത ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഓർത്താൽ അറിയാനായിട്ട് കഴിയും. അനേക ഈ ആത്മാക്കൾ നേടുന്ന ശുശ്രൂഷയിൽ, അതുപോലെ ദൈവജനത്തിന്റെ മധ്യ ഫലപ്രദമാകുന്ന അനേകം ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവദാസന്മാരെ നമുക്കറിയാം. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, അവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേട്ട് ഉത്തരം കൊടുക്കുകയാണ്. അനേക തരത്തിലുള്ളതായിരിക്കുന്ന ചോദ്യങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം അവർക്ക് ഉത്തരം കൊടുക്കുകയാണ്. കൂടുതൽ ആത്മാക്കളെ ദൈവം അവർക്ക് കൊടുക്കുന്നു. അങ്ങനെയുള്ളവരുടേതായിരിക്കുന്ന സഭകൾ ആത്മീയമായി അനുഗ്രഹിക്കപ്പെടുന്നു. അതിന്റെ കാരണം എന്താണ്? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്, അതിന് മറുപടി ഉണ്ട്. അപ്പോൾ എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ഫലവത്തായ ഒരു ശുശ്രൂഷ നമ്മിലില്ലാതെ പോയി ആ പരാജയം ദൈവത്തിന്റെ മുൻപാകെ സമ്മതിക്കുക, നാം പ്രാർത്ഥിക്കുക. കർത്താവ് വീണ്ടും ആവശ്യപ്പെടും നാം പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. എന്തിന്? അവൻ നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ നാം ആദ്യം ചിന്തിച്ചതുപോലെ അവൻ ചെയ്തതിലും അധികം പ്രവർത്തികൾ നമ്മെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കണമെങ്കിൽ നാം പ്രാർത്ഥിക്കുവാൻ വളരെ കടപ്പാട് ഉള്ളവരാണ്. ഇനി മറ്റൊരു ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അതിന്റെ 4ാമത്തെ കാര്യമായിട്ട് പറയുന്നത് 16-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളാണ്. ഒന്ന് വായിച്ചോളൂ. 23-ഉം 16-ന്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ. മതി. അവിടെ നമ്മൾ കാണുന്ന മറ്റൊരു ആശയം എന്ന് പറഞ്ഞാൽ അവിടെയും പ്രാർത്ഥിക്കണമെന്ന് തന്നെയാണ് കർത്താവ് അവിടെയും ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. അവിടുത്തെ സാഹചര്യം നമുക്കറിയാം. ഈ മാളികമുറി പ്രഭാഷണം തന്നെ കർത്താവ് ഒരു വിടവാങ്ങൽ സന്ദേശമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ദുഃഖം ആരുടെ മനസ്സിലുണ്ട്? ഈ കർത്താവിന്റെ ശിഷ്യന്മാരുടെ മനസ്സിലുണ്ട്. അപ്പോൾ കർത്താവ് അത് അറിഞ്ഞിട്ട് തന്നെയാണ് അവരോട് പറയുന്നത്. എൻ്റെ മുകളിലെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, നിങ്ങൾ ഇപ്പോൾ ദുഃഖിക്കുന്നവരാണ്, നിങ്ങൾ ഇപ്പോൾ കരയുന്നവരാണ്. പക്ഷെ ലോകം എന്ത് ചെയ്യുന്നു? ലോകം ചിരിക്കുകയാണ്, ലോകം അവർ സന്തോഷിക്കുകയാണ്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ കരച്ചിലൊക്കെ എന്തായി മാറും? അത് സന്തോഷമായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇംഗ്ലീഷ് വായിച്ചാൽ അറിയാം, ഇൻ ദിസ് വേ എന്നാണ്. ഈ നിലയിൽ ഇതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ നാമത്തിൽ ഇന്ന് വരെ പ്രാർത്ഥിച്ച ഒരു ശീലം ആർക്കില്ല? ശിഷ്യന്മാർക്കില്ല. കാരണം അവര് ആ യഹൂദ പാരമ്പര്യത്തിലുള്ളവരാണ്. അവരൊക്കെ ആരോടെ പ്രാർത്ഥിച്ചിട്ടുള്ളത്? യഹോവയോട്, പിതാവാം ദൈവത്തോട് മാത്രമേ അവരൊക്കെ പ്രാർത്ഥിച്ച ആ പരിചയം അവർക്കുള്ളൂ. എന്നാൽ ഇവിടെ കർത്താവ് പറയാണ്, ഇന്ന് വരെ നിങ്ങൾ ആ നിലയിൽ പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം.
എന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണ്. എപ്പോ? ഈ പറയുന്ന സമയത്തല്ല. ഞാൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാകും? നിങ്ങൾക്ക് സന്തോഷമാണ്. എന്നാൽ ആ സന്തോഷത്തിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ നാമത്തിൽ പിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നാളിതുവരെ നിങ്ങൾ സ്വീകരിക്കാത്ത, നാളിതുവരെ നിങ്ങൾ മാതൃകയാക്കാത്ത ഒരു പുതിയ പ്രാർത്ഥനാ രീതി ഇതാ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ നാമത്തിൽ വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കർത്താവ് ആ വാക്യത്തിൽ നിന്നും ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കർത്താവ് ചെയ്തതിലും അധികം കാര്യങ്ങൾ നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ, നമുക്കത് ചെയ്യുവാൻ കഴിയണമെങ്കിൽ നമുക്കൊരു നാമം നമ്മുടെ കർത്താവ് തന്നിട്ടുണ്ട്. 6 വാക്യങ്ങളിലായി 4 തലക്കെട്ടുകളിലായിട്ടാണ് നമ്മൾ ഈ കാര്യം ചിന്തിച്ചത്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം. ഒന്നാമത് നാം കണ്ടത് പുത്രനിൽ പിതാവ് മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരിക്കണം. 2, അവനിൽ വസിച്ചുകൊണ്ട് തൃപ്തിയുള്ള ഒരു ജീവിതത്തിന് ഉടമകളായിട്ട് നിന്ന് വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. 3, അവന് ഫലം നിലനിൽക്കുന്നതായ ഫലങ്ങൾ ഉള്ളവരായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. 4, നിങ്ങൾ ഇതുവരെ ശീലിച്ചിട്ടില്ലാത്തതായ ആ അനുഭവത്തിൽ നിങ്ങൾ പുതിയ ഒരു രീതിയിലുള്ളതായ പ്രാർത്ഥന, അതായത് എന്റെ നാമത്തിലുള്ളതായ ആ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ 6 വാക്യങ്ങളിലൂടെയും കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം എന്നുള്ളത് എന്താണ്? നാം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. മറ്റെന്ത് മറന്നാലും നാം മറക്കാതെ പോകേണ്ട കാര്യം ഇതായിരിക്കട്ടെ: നാം ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. കർത്താവ് തന്ന ആ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ വാക്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന ഒരേ ഒരു വാക്കുണ്ട്: എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അല്ലേ? എന്നാൽ നിങ്ങൾക്ക് തരും, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അത് ആവർത്തിച്ച് പറയുമ്പോൾ നാം ഓർക്കുക, നമ്മുടെ പ്രാർത്ഥനയൊന്നും പാഴ്വേലയല്ല. നാം ഈ വചനത്തിന്റെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ടും തൃപ്തരായിട്ടും ഫലം കായ്ച്ചും സന്തോഷത്തിന്റെ പരിപൂർണതയ്ക്കായിട്ടും നാം കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരമുണ്ട്. ആ പ്രാർത്ഥനകളൊന്നും പാഴ്വേലയല്ല. നാം മുട്ടുമടക്കുന്നത് വെറുതെയാകയില്ല, നാം നിലവിളിക്കുന്നത് വെറുതെയാകയില്ല, നാം കരയുന്നത് വെറുതെയാകയില്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്നുള്ളത് പറയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം കൂടെ ഇന്ന് നമുക്ക് ധ്യാനിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 14-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 14-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഇരുപത്തിയൊന്നാം വാക്യം. 21. മതി. അവിടെ ഈ വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിച്ച ഒരു കാര്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. നാം അതിൻ്റെ പ്രധാന വിഷയം നമ്മൾ മറന്നു പോകരുത്. ഞാൻ ചെയ്തതിലും അധികം പ്രവർത്തികൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ചെയ്യുവാൻ കഴിയണം എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായ രണ്ടാമത്തെ കാര്യം, ഇവിടെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒന്നും ഈ അധ്യായത്തിൽ എഴുതിയതായിട്ട് നാം വായിക്കുന്നില്ല, നമ്മുടെ പഠനത്തിന്റെ സഹായത്തിന് വേണ്ടി അങ്ങനെ തിരിക്കുന്നതാണ്. രണ്ടാമതായി കർത്താവ് പറഞ്ഞ കാര്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അവിടെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം പറയുന്നത് നാം കേൾക്കുന്നവരായി മാത്രം ഇരിക്കുമെന്നല്ല. പിന്നെന്താണ്? അത് നാം പ്രമാണിക്കുന്നവരായി മാറും എന്നുള്ളതാണ്. അത് കർത്താവ് അനേക വട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 24 തോന്നുന്നു, അതിന്റെ ഒടുവിലെ വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം
ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനായിരിക്കും. എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, മറ്റൊരു വാക്കോടെ വായിക്കുന്നത് എന്റെ വചനം കേട്ട് ചെയ്യാത്തവൻ ആരെ പോലെ ആയിരിക്കും എന്നാണ്. അപ്പോൾ കർത്താവിന്റെ വചനത്തെ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുക, കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ ആ വചനപ്രകാരം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുവർത്തിക്കുക എന്നുള്ളതാണ് കർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പൊ ഞാൻ ആ വാക്ക് ഇങ്ങനെ ഒന്ന് ചുരുക്കി പറയാം. നമ്മുടെ കർത്താവിനോടുള്ളതായിരിക്കുന്ന ആത്മാർത്ഥമായിരിക്കുന്ന സ്നേഹമായിരിക്കണം അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ത് പറഞ്ഞാലും നമുക്കൊരു മടിയും കൂടാതെ അത് നമ്മൾ അനുസരിക്കും. അത് ആ ഒരു ബന്ധത്തിന്റെ ആഴത്തിലുള്ള ഒരു കാര്യമാണത്. അവിടെ ആരുടെയും നിർബന്ധത്തിന് വകയില്ല, നിർബന്ധിക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല. സ്നേഹിക്കുന്നവനാണ് എങ്കിൽ, സ്നേഹിക്കുന്നവളാണ് എങ്കിൽ, അത് കുടുംബജീവിതത്തിലാകട്ടെ, സഭാബന്ധത്തിലാകട്ടെ, മറ്റു ഏത് തലത്തിലുമാകട്ടെ, ഒരു വ്യക്തി എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ ആ വ്യക്തി പറയുന്ന കാര്യത്തെ അനുസരിപ്പാൻ നമുക്ക് കഴിയും. ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നെങ്കിലും ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരു കാര്യം എന്നോട് പറഞ്ഞാൽ എന്തു ചെയ്യും? ഞാനത് അനുസരിക്കാൻ, അത് ചെയ്തു കൊടുക്കാൻ ഞാൻ നിർബന്ധിതനാകും. എന്നതുപോലെ ഈ ഭൂമിയിൽ കർത്താവിന്റെ പ്രവൃത്തികൾ ചെയ്തെടുക്കുവാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. 21-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ, അങ്ങനെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ ആ വ്യക്തിയെ ആര് സ്നേഹിക്കുന്നു? പിതാവ് സ്നേഹിക്കുന്നു. ഇന്നലെ ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ അതിൻ്റെ 17-ാം അധ്യായത്തിൽ ഒരു വാക്യം, അവിടെ 26-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവദാസൻ പറഞ്ഞത് ഇപ്രകാരമാണ്. കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, പിതാവേ, ഇനി ഞങ്ങൾ ഒന്നാണ്. ആരൊന്നാണെന്ന്? ഞാനും ഈ മക്കളും ഞങ്ങൾ ഒന്നാണ്. അതുകൊണ്ട് നീ എനിക്ക് തരുന്നതായ സ്നേഹം അതേപോലെ തന്നെ ഞാൻ ആരിലേക്ക് ഒഴുക്കുകയാണ്? ഇവരിലേക്കും പകരുകയാണ്. ഞങ്ങൾ ഇനി ഒന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെയാണ് ഇവിടെ കർത്താവ് അതിന് മുൻപായിട്ട് തന്നെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവ് ആരെ സ്നേഹിക്കും? നിങ്ങളെയും സ്നേഹിക്കുന്നു. അപ്പോൾ ഇതിനൊന്നും വേറെ എളുപ്പ വഴികളൊന്നും തന്നെ ഇല്ല. നാം കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അവന്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുമ്പോഴാണ്. അവൻ പറയുന്നത് പോലെ, നാം യോഹന്നാന്റെ ലേഖനത്തിൽ പഠിച്ചപ്പോൾ ഓർത്ത കാര്യമാണ്, അവന്റെ കൽപ്പനകൾ ഒന്നും തന്നെ ഭാരമുള്ളവയല്ല. പക്ഷെ നമുക്ക് വലിയ ഭാരമായിട്ടാണ് തോന്നുന്നത്. നിസ്സാര കാര്യമാണെങ്കിൽ പോലും ഇത് എന്നെ കൊണ്ട് നിവർത്തിക്കുകയില്ല, പറ്റുകയില്ലെന്നാണ് ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അവന്റെ കൽപ്പനകൾ ഒന്നും തന്നെ ഭാരമുള്ളവ അല്ല എന്നാണ്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അവനെ പിതാവ് സ്നേഹിക്കും. മാത്രമല്ല, അടുത്ത വാക്യം എന്താ പറയുന്നത്? 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? 14-23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ആര്? ത്രിയേക ദൈവം വന്ന് വാസം ചെയ്യും. ആരുടെ അടുക്കൽ? ആരുടെ അടുക്കലാ വരുന്നത്? അവിടെ പ്രമാണം എന്താണ്?
അവനെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരോട് കൂടെ ത്രിയേക ദൈവത്തിന്റെ വാസമുണ്ടാകും. മേക്ക് അവർ ഹോം വിത്ത് ഹിം എന്നാണ് ഇംഗ്ലീഷിൽ. അവനോട് കൂടെ ഞങ്ങളുടെ വീട് അവന്റെ കൂടെ ആയിരിക്കും. ഞങ്ങളുടെ പാർപ്പിടം, ഞങ്ങളുടെ വാസം അവരോട് കൂടെ ആയിരിക്കും. അതെത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അനുഭവമാണ്. നമ്മൾ അത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ആ അനുഭവം, ത്രിയേക ദൈവം എൻ്റെ കൂടെയുണ്ട്, ആ ഒരു വീട്ടിൽ പാർക്കുന്നത് പോലുള്ള ആ ഉന്നതമായ ആത്മീക അനുഭവം നമുക്കുണ്ടായിട്ടുണ്ടോ? ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് നാം പറയാറുണ്ട്. കർത്താവിന്റെ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്, എന്നിൽ ആ മുദ്രയുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഒരു വീട് വെച്ച് ത്രിയേക ദൈവം എന്നിൽ വസിക്കുന്നതായ ആ ആത്മീകമായ അനുഭവം, ആ വലിയ സന്തോഷം അനുഭവിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? കർത്താവ് പറയുന്നത് വെറുതെ അല്ല പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം പ്രവൃത്തി ചെയ്യും. എപ്പോഴാ ചെയ്യാൻ പറ്റുന്നത്? ഈ ത്രിയേക ദൈവത്തിന്റെ സഹവാസം, അവന്റെ കൂട്ടായ്മ, അവനോട് ഒരുമിച്ചുള്ള പാർപ്പ് നമുക്ക് എന്നാണോ ഉണ്ടാകുന്നത്, അന്ന് നമ്മൾ കൂടുതൽ പ്രവർത്തികൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താ കാരണം? ഇതാണ് കാരണം. ആ ദൈവത്തിന്റെ കൂട്ടായ്മ, ആ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. 15-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാവുന്ന വാക്യമാണ്. 15:10. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ പിതാവും പുത്രനും തമ്മിലുള്ളതായ ബന്ധം പോലും എന്തിനെ ബേസ് ചെയ്തിട്ടാ? എന്തിനെ ബേസ് ചെയ്തിട്ടല്ലോ? അവനെ സ്നേഹിച്ചുകൊണ്ട് ആ കൽപ്പനകൾ പ്രമാണിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാ. പുത്രൻ പോലും പിതാവിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നില്ലെങ്കിൽ ആ സ്നേഹത്തിൽ വസിക്കുവാൻ സാധിക്കില്ലെന്ന വചനം കർത്താവ് പറഞ്ഞതാ. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് ആണ് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത്. ഞാൻ അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവന്റെ കൽപ്പനകൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനത് പ്രമാണിക്കുകയാണ്. അതാണ് നമ്മിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ളവരിൽ നിന്ന് മാത്രമേ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനും കഴിയുകയുള്ളൂ. നാം കർത്താവിനെ സ്നേഹിക്കണം, അവന്റെ കൽപ്പനകളെ നമ്മൾ പ്രമാണിക്കണം. ആ കൂട്ടായ്മ, ആ സാന്നിധ്യം, ത്രിയേക ദൈവത്തിന്റെ ആ ഒരുമിച്ചുള്ള ആ പാർക്കൽ നമ്മിൽ നാം വ്യക്തിപരമായി, കുടുംബത്തിൽ, സ്ഥലം, സഭയിലൊക്കെ അനുഭവിക്കുവാൻ കഴിയുന്നിടത്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിന് വേണ്ടി ഫലവത്താകുവാനായിട്ട് സാധിക്കുന്നത്. ഇതിന് ഏറ്റവും നല്ല ഒരു മാതൃക നമ്മുടെ കർത്താവ് തന്നെയാണ്. 14-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങളൊന്ന് വായിച്ചേ. മതി. തന്റെ ശിഷ്യന്മാരോട് അവിടെ കർത്താവ് പറയുന്ന വാക്കാണത്. എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവൻ കൽപ്പിച്ചതുപോലെ ചെയ്യുന്നുവെന്ന് ലോകം അറിയട്ടെ. അത് ഒളിച്ചു വെക്കേണ്ട കാര്യം, അത് ലോകം അറിയേണ്ട കാര്യമാണ്. നമ്മുടെ കർത്താവാണ് മാതൃക. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവനെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും സ്നേഹിക്കണം, എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കണമെന്ന് തന്റെ ശിഷ്യന്മാരോട് പഠിപ്പിച്ച കർത്താവ് പറയുകയാണ്. ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, പക്ഷെ അവൻ എന്നോട് എന്തിനാ ഈ ലോകത്തിന്റെ പ്രഭു വന്നത്? എന്തിനാ പിശാച് യേശുവിനെ പരീക്ഷിച്ചത്? എന്തിനായിരുന്നു പിശാചിന്റെ പോരാട്ടം മുഴുവനും കർത്താവിനോട്? ഈ പിതാവിന്റെ കൽപ്പനകൾ അവൻ എന്ത് ചെയ്തുകൂടാ?
അനുസരിക്കാൻ പാടില്ല. പിതാവിന്റെ കൽപ്പനകൾ കർത്താവ് അനുസരിക്കാൻ പാടില്ല. അതിനു വേണ്ടിയുള്ള പരീക്ഷകളാണ് ആര് കൊണ്ടുവന്നത്? പിശാച് കൊണ്ടുവന്നത്. എന്നാൽ കർത്താവ് ഇവിടെ പറയുന്നത് എന്താണ്? അവന് എന്നോട് ഒരു കാര്യവുമില്ല. ഇവിടെ നാമും തിരിച്ചറിയണം, നമ്മോടും പിശാച് പോരാടുകയാണ്. നമ്മുടെ ശരീരത്തോട് പോരാടുന്നു, നമ്മുടെ മനസ്സിനോട് പോരാടുന്നു, നമ്മുടെ ആത്മാവിനോട് പോരാടുന്നു, നമ്മുടെ കുടുംബ ജീവിതങ്ങളോട് പോരാടുന്നു, ആത്മീക ശുശ്രൂഷകളോട് പോരാടുന്നു, സഭാബന്ധങ്ങളോട് പോരാടുന്നു, ദൈവജനത്തോട് മൊത്തത്തിൽ പോരാടുന്നു. എന്തിനാവൻ പോരാടുന്നത്? നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പിതാവിനെ അനുസരിക്കാൻ പാടില്ല, പിതാവിന്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ പാടില്ല, അവനെ സ്നേഹിക്കുവാനായിട്ട് പാടില്ല. അതാണ് പിശാചിന്റെ തന്ത്രം. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മിൽ വഴക്കും വൈരാഗ്യവും അസൂയയും കോപവും പിണക്കവും ദ്രവ്യാഗ്രഹവും ലോകസ്നേഹവും ഒക്കെ വർദ്ധിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ഇതെന്തിനുള്ള ട്രിക്കാണ്, ഇതെന്തിന്റെ പരിപാടിയാണ്, ഇതെന്തിനു വേണ്ടിയാണ് എന്ന് ഓർത്തുകൊള്ളണം. എന്തിനാ? നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റാനാ, നമ്മെ അവന്റെ കൽപ്പനകൾ പ്രമാണിക്കാതിരിപ്പിക്കാൻ വേണ്ടിയാ. നാം അവനെ സ്നേഹിക്കരുത്, കർത്താവിനെ സ്നേഹിക്കരുത്, കർത്താവിന്റെ വേലയെ സ്നേഹിക്കരുത്, അവന്റെ മക്കളെ സ്നേഹിക്കരുത്, സഭയെ സ്നേഹിക്കരുത്. അതിനു വേണ്ടിയുള്ള എല്ലാ കുതന്ത്രങ്ങളും പിശാച് ഇങ്ങനെ കൊണ്ടുവരും നമ്മുടെ മുൻപിൽ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതൽ എന്ത് പറയാൻ പറ്റണം? പിശാച്, നിനക്ക് ഈ കാര്യത്തിൽ എന്നോട് ഒരു കാര്യവുമില്ല. അങ്ങനെ പറയാൻ നമുക്ക് പറ്റാറുണ്ടോ? അങ്ങനെ നമുക്ക് സാധിക്കാറുണ്ടോ? അതോ ഈ തരത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുന്നതിൽ നിന്നും അകറ്റി കളയുവാനായിട്ട് പിശാച് മനുഷ്യരിലൂടെ പല സംഭവങ്ങളിലൂടെ ഒക്കെ പ്രതിബന്ധങ്ങൾ കൊണ്ടുവരുമ്പോൾ നാം പലപ്പോഴും അതിൻ്റെ കൂടെ അങ്ങ് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യാറ്. അതല്ല വേണ്ടത്. പൗലോസ് തന്നെ പറയുന്നത് പോലെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു പൊങ്ങുന്ന എല്ലാ ചിന്തകളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി എന്ത് ചെയ്യണമെന്നാണ്? പിടിച്ചടക്കണമെന്നാണ്. ശത്രുവിന്റെ പണി എന്താ? എപ്പോഴും നമ്മുടെ ആ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് ചിന്തകൾ കൊണ്ടുവരിക, വേണ്ടാത്ത ചിന്തകൾ കൊണ്ടുവരിക. ഒന്നുമില്ലെങ്കിൽ ആരോടെങ്കിലും കുരുട്ട് ചിന്തിക്കാനായിട്ട് ഇങ്ങനെ പ്രേരിപ്പിക്കുക, ആരുടെയെങ്കിലും കുറ്റം കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക, അസൂയപ്പെടുക, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ദ്രവ്യാഗ്രഹം മനസ്സിലേക്ക് കൊണ്ടുവരിക, ഒരു തൃപ്തിയില്ലാത്തതുപോലെ ജീവിക്കുക. ഇതെല്ലാം പിശാചപ്പോഴെല്ലാം ജയിക്കുകയാണ്. നമ്മുടെ ചിന്തകളെ പിശാചിട്ട് അമ്മാനമാടും, നമ്മുടെ മനസ്സിനെ അവൻ അമ്മാനമാടും, നമ്മുടെ ശരീരത്തെ അവൻ അമ്മാനമാടും. അതിന് സമ്മതിക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് കർത്താവോട് പറയാണ്, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, പക്ഷെ അവൻ എന്നോട് ഒരു കാര്യവുമില്ല. കർത്താവ് അതിനെല്ലാം നേരിട്ടത് നമുക്കറിയാം. കർത്താവ് അതിനെ ജയിച്ചു. എന്നിട്ട് നമ്മോട് പറയാണ്, എന്നിട്ട് താഴെ വായിക്കുന്നു, എങ്കിലും എനിക്ക് ഈ ലോകത്തോട് ഒരു കാര്യവുമില്ല, ഈ ലോകത്തിന്റെ പ്രഭുവിനോടും ഒരു കാര്യവും എനിക്കില്ല. എങ്കിലും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ എൻ്റെ പിതാവിനെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാനാണ് ഞാൻ പോകുന്നത് എന്ന് ആരറിയണം? ഈ ലോകം അറിയണം, ഈ ലോകം അത് കാണണം. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം കർത്താവിനെ അനുസരിക്കുന്നു എന്നുള്ളത് ആര് കാണണം? ലോകം അതറിയണം. അവരൊന്നും നമ്മെ അംഗീകരിച്ചു എന്ന് വരില്ല, പോട്ടെ, സാരമില്ല. പക്ഷെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്, ഞാൻ എൻ്റെ കർത്താവിനെ അനുഗമിക്കുന്നവനാണ്, അവനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, അവന്റെ കൽപ്പനകളാണ് ഞാൻ പ്രമാണിക്കുന്നത് എന്ന കാര്യം ആരറിയണം? ലോകം അറിയണം. അവര് നമുക്ക് വലിയ അംഗീകാരവും തരില്ല എന്ന് നമുക്കറിയാം. കർത്താവ് പോലും പിതാവിനെ സ്നേഹിച്ച് തന്റെ കൽപ്പനകൾ പ്രമാണിക്കാൻ വേണ്ടി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമുക്കറിയാം ആരാ അംഗീകരിച്ചത്? ഒരു വിരലിൽ എണ്ണാകുന്ന കുറച്ചു പേര് മാത്രമേ അവനെ അംഗീകരിച്ചുള്ളൂ. നമുക്കും ആ അംഗീകാരം മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷേ നാം ഒരു കാര്യത്തിൽ ഉറയ്ക്കുക, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെന്ന് ആരറിയണം? ലോകം അറിയണം. അറ്റ്ലീസ്റ്റ് എൻ്റെ കുടുംബക്കാരറിയണം, എൻ്റെ സഭയിലുള്ളവർ അറിയണം, ഞാൻ എൻ്റെ പിതാവിനെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എന്നുള്ളത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇന്നിവിടെ നിർത്താം. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിന് വേണ്ടി
അധികം ഫലം കായ്ക്കുന്നവരായിട്ട്, അവൻ ചെയ്തതിലും അധികം കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം നാം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവൻ നമ്മോട് ആവശ്യപ്പെടുന്ന രണ്ടാമത്തെ കാര്യം എന്നുള്ളത് നാം അവനെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുക എന്നുള്ളതാണ്. നമുക്കതിന് സാധിക്കുന്നുണ്ടോ? അത് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുക. ദൈവത്തിന്റെ ആ ഹിതമനുസരിക്കുവാൻ, ദൈവവചനം പ്രമാണിക്കുവാൻ, അങ്ങനെ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത് വ്യർത്ഥമായില്ല എന്ന് മനസ്സിലാക്കുവാൻ ഈ വചനങ്ങളാലും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.